സുഹൃത്തുക്കളെ നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്നതും അതേസമയം വേദനാജനകവുമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ആരംഭിക്കുകയാണ്. അതായത് ട്രിപ്പിൾ വൈബ്സ് മലയാളത്തിലുള്ള വൺ ഓഫ് ദ നല്ലൊരു ചാനലാണ്. വളരെ ജെന്യുവനായിട്ട് സീരിയസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസും മറ്റു കാര്യങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് ട്രിപ്പിൾ വൈബ്സ്. അതിലെ രഞ്ജിത്ത് ഈ തിങ്കളാഴ്ച ഒരു നെഞ്ചുവേദനയെ തുടർന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു വാർത്തയാണ്. ഇന്നാണ് ഞാനത് അറിഞ്ഞത്. എന്തായാലും ഒരു 40 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് എന്താ പറയുക, ട്രേഡേഴ്സിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും വ്യായാമ മുറകൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ ഫോർവേഡ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത് കണ്ടു. ദയവായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വ്യായാമം ചെയ്താലും ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മരണം എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ സമയം വന്നെത്തുമ്പോൾ ഞാനും നിങ്ങളും ഓരോരുത്തരായും ഈ ശരീരം വിട്ടൊഴിഞ്ഞ് നമ്മൾ പോകേണ്ടി തന്നെ വരും. പക്ഷേ പീരിയോഡിക്കലായിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ ചെക്കപ്പ്, മെഡിക്കൽ ചെക്കപ്പ്, ഫുൾ ബോഡി ചെക്കപ്പ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയാൻ സാധിക്കും. മരണത്തെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു തീരാനഷ്ടം തന്നെയാണ്. ആ വേദനയിൽ ഞാനും ഞങ്ങളുടെ ടീം എല്ലാവരും തന്നെ പങ്കുചേരുകയാണ്. അതുപോലെ ആ കുടുംബത്തിന് ഇതെല്ലാം സഹിക്കാനുള്ള ഒരു ക്ഷമ ദൈവം നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു ന്യൂസ് ആയിപ്പോയി ഇതെന്തായാലും. ഈ ഒരു ചാനൽ ഇപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശ്രയമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം. തീർച്ചയായിട്ടും അവർക്കെല്ലാം തന്നെ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് 2023 ഏപ്രിൽ 6 ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഇന്ന് ഒരു വീക്കിലി എക്സ്പയറി കൂടിയായിരുന്നു. നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,557 നിന്നും 23 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 17,533 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 17,638 ഡേ ലോ 17,502 വന്നതുവഴി 135 പോയിന്റിൻ്റെ അഥവാ 0.77% ഇൻട്രാഡേ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. എന്തായാലും 65 പോയിന്റ് ഇൻട്രാഡേ ലാഭത്തോടുകൂടി 17,599 നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 40,999 നിന്നും 58 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 40,940 ഇന്ന് ആരംഭിച്ചത്. 41,274 ഡേ ഹൈയും 40,820 ഡേ ലോയും വന്നതുവഴി 454 പോയിന്റിൻ്റെ അഥവാ 1.1% ഇൻട്രാഡേ മൂവ്മെൻ്റ് നമുക്ക് കിട്ടിയത്. 100 പോയിന്റിൻ്റെ ഇൻട്രാഡേ ലാഭത്തോടുകൂടി 41,041 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 18,372 നിന്നും 27 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 18,345 ഇന്ന് ആരംഭിച്ചത്. 18,510 ഡേ ഹൈയും 18,303 ഡേ ലോയും വന്നതുവഴി 206 പോയിന്റിൻ്റെ അഥവാ 1.13% ഇൻട്രാഡേ മൂവ്മെൻ്റ് നമുക്ക് കിട്ടിയത്. 116 പോയിന്റിൻ്റെ ഇൻട്രാഡേ ലാഭത്തോടുകൂടി 18,462 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഓപ്പണായ 12.41 നിന്നും 4.92% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.8 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 10 താഴെ അല്ലെങ്കിൽ 11 താഴെ പോകുന്നത് തന്നെ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിനുശേഷം 10 താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയൊരു ചലനം മാർക്കറ്റിൽ ഉണ്ടാകും എന്നാണ് പറയാറുള്ളത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, മുത്തൂറ്റ് ഫിനാൻസ്, IEX, ചോല ഫിനാൻസ്, ബജാജ് ഫിൻ സർവീസ്, അദാനി എൻ്റർപ്രൈസസ് എന്നിവ 2% കൂടുതൽ ലാഭം നേടിയിട്ടുണ്ട്. അതേസമയത്ത് വേദാന്ത ലിമിറ്റഡ് 4.23% നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5,656 കോടിയുടെ ബൈങ്ങും 5,180 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 476 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നോക്കണം 5,642 കോടിയുടെ ബൈങ്ങും 6,639 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 997 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 521 കോടിയുടെ നെറ്റ് സെല്ലിംഗ് അഥവാ 521 കോടി രൂപ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി
ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 30,763 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് 30.76% ലാഭമാണ് ഇന്ന് നേടിയിരിക്കുന്നത്. മൊത്തം 3 ട്രേഡിംഗ് ഡേയ്സ് ആണ് ഇതുവരെ നമുക്ക് കിട്ടിയത്. 17 ട്രേഡുകളാണ് ഞങ്ങൾ എടുത്തത്. അതിൽ നിന്ന് 37,621 രൂപയുടെ ഓവറോൾ ഈ മാസത്തെ ഏപ്രിൽ മാസത്തിൽ 37,621 രൂപയുടെ ലാഭം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലെവൽസ് നോക്കാം. നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ ജസ്റ്റ് എബോവ് ആണ് ഇന്ന് സ്റ്റാർട്ടായത്. അതിനുശേഷം R1 ക്രോസ് ചെയ്തു. ഇത് നല്ലൊരു എൻട്രി പോയിന്റ് ആയിരുന്നു. അതിനുശേഷം R2 R3 ടച്ച് ചെയ്തിട്ട് ചെറിയൊരു പുൾ ബാക്ക് എടുത്തു. പിന്നെ R3യിൽ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങി വന്ന് അതിൻ്റെ ഇടയിലായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയിൽ ഇന്ന് കാഴ്ചവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ലെവൽസ് നോക്കി അറിയാം എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അത് റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് S1ൽ അതായത് ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ താഴെ S1ലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. S1ൽ നോക്കൂ എത്ര കൃത്യമായിട്ടാണ് അത് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നോക്കൂ, അവിടെ നിന്ന് S1ൽ സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറിപ്പോയിട്ട് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ നോ ട്രേഡ് സോണിനെ ഒറ്റ വലിയൊരു ക്യാൻഡിൽ കൊണ്ട് ക്രോസ് ചെയ്തു. അതെപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറ്. അല്ലെങ്കിൽ ചെറിയ ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ നോ ട്രേഡ് സോണിനെ അത് കടന്ന് പോകാറില്ല. അതിട്ട് തന്നെ താഴോട്ട് തന്നെ ഇറങ്ങാറാണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു ക്യാൻഡിൽ തന്നെ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറി പോകണം. അതിനുശേഷം R1 കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. R1ൽ അതൊരു റീടെസ്റ്റ് കൂടി നടത്തിയിട്ടാണ് കയറിപ്പോയത്. R2 കഴിഞ്ഞു. ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവലിൽ പോയിട്ട് അവിടെ പീക്ക് ടോപ്പ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ R3യെ കട്ട് ചെയ്ത് R2വിനെ കട്ട് ചെയ്ത് താഴോട്ട് വന്ന് R2വിൽ സപ്പോർട്ട് എടുത്തു. ഇവിടെ നമുക്ക് എത്ര കൃത്യമായിട്ടാണ് അത് സപ്പോർട്ട്. അതുപോലെ R2വിനെ വലിയൊരു ക്യാൻഡിൽ കട്ട് ചെയ്ത് നോ ട്രേഡ് സോണിലേക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയ ക്യാൻഡിലാണ് ഇവിടെ വന്നത്. ചെറിയ ക്യാൻഡിൽ വന്നപ്പോൾ ഇത് ഇങ്ങനെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് R1ലേക്ക് തന്നെ കയറി പോവുകയാണ് ചെയ്തത്. എന്നിട്ട് റേഞ്ച് ബൗണ്ടായിട്ട് ഒരു മൂവ്മെൻറ്റ് ആണ് പിന്നീട് ഉണ്ടായത്. വലിയൊരു എക്സ്പയറി ആയിട്ട് കൂടി വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിലും മറിച്ചല്ല സംഭവങ്ങൾ. ഫിൻനിഫ്റ്റിയിൽ ഇന്ന് ഓപ്പൺ ആയത് ബ്രേക്ക്ഔട്ട് ലൈനിൻ്റെ മുകളിലാണ്. അതിനുശേഷം അത് R1 കട്ട് ചെയ്തു, R2 R3 ഇത് 3 കട്ട് ചെയ്തിട്ട് ഇന്ന് ഹൈ ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവൽ വരെയും പോയി. അവിടെ നിന്ന് പിന്നെ R3യിലേക്ക് തിരിച്ചിറങ്ങി വന്ന് റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണിച്ചത്. എന്തായാലും ഇന്ന് അത്യാവശ്യം എല്ലാവരും തന്നെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്തവരൊക്കെയും തന്നെ 50 to 60% ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ മാസത്തെ ആദ്യത്തെ ഒരു മൊമെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇതുവരെയുള്ള ദിവസങ്ങളെല്ലാം തന്നെ റേഞ്ച് ബൗണ്ട് വളരെ മോശമായ മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് വളരെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ അത്രയും നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ചാർട്ട് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ 17,800 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ്ലി ഒരു അപ് ട്രെൻഡ് ആണ് അല്ലെങ്കിൽ ബുള്ളിഷ് ആയി എന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെയും നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യുക. ഇപ്പോൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏകദേശം അതിൻ്റെ ടൈം ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സിഗ്നൽ, അതായത് നമ്മുടെ 141 എന്നുള്ള ലെവലിനെ കട്ട് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ താഴെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ നിന്ന് വന്നു, ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഒന്നുകിൽ ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. രണ്ടിനും സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് മറ്റൊരു കുഴപ്പമുള്ളതെന്ന് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം 3 ദിവസം ഇനി അവധിയാണ്, വെള്ളി, ശനി, ഞായർ. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മാർക്കറ്റിൽ പ്രീ മാർക്കറ്റ് സെഷനിൽ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇനിയുള്ള ഒരു ട്രെൻഡ് രൂപാന്തരപ്പെടുക. അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു രീതി നമ്മൾക്ക് ആർക്കും തന്നെ ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക. നേക്കഡ് നിങ്ങൾ സെല്ല് ചെയ്യുന്ന പൊസിഷൻ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഹെഡ് ചെയ്തിട്ട് സെല്ല് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിനകത്ത് റിസ്ക് കുറവാണ്, ലാഭവും നഷ്ടവും കുറവാണ്. അതുകൊണ്ട് അത് ഹോൾഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ബൈ പൊസിഷൻ നേക്കഡ് ആണെങ്കിൽ അത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഓൾറൈറ്റ്. അപ്പോൾ എന്തായാലും ഫിൻനിഫ്റ്റി ഓൾറെഡി അതിൻ്റെ പ്രീവിയസ് സ്വിങ്ങിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ ഇത് പ്രതീക്ഷിക്കാം. പക്ഷേ ഫിൻനിഫ്റ്റിയെ നമുക്ക് റെഫർ ചെയ്തിട്ട് ഒരു മാർക്കറ്റ് പ്രിഡിക്ഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന് നിഫ്റ്റിയിൽ തന്നെ നമുക്ക് അതിന് കൃത്യമായ ഒരു കൺഫർമേഷൻ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ഇത് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നാളെ മാർക്കറ്റ് അവധിയാണ്. ഇനി വെള്ളി, ശനി, ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച, അതായത് ദുഃഖവെള്ളി, അത് കഴിഞ്ഞ് ഈസ്റ്ററും കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ഇനി മാർക്കറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.